ചീഫ് മിനിസ്റ്റർ VDS എന്ന പേജിൽ കണ്ടൊരു ദൃശ്യമാണ്. സ്വാഭാവികമായിട്ടും VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒഫീഷ്യൽ പേജ്. ഇതിലേക്ക് നോക്കിയ ദൃശ്യം കണ്ടോ? സലിംകുമാർ എന്ന നടന് അന്തിമോപചാരം അർപ്പിക്കാൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സതീശൻ എത്തിയ സന്ദർഭമാണ്. ആ ദൃശ്യം കണ്ടപ്പോൾ VD സതീശന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സലിംകുമാർ എന്നും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കൂടിയുള്ള വ്യക്തിയാണ് സലിംകുമാർ. അദ്ദേഹത്തിന്റെ മരണത്തിൽ വളരെ വിഷമത്തോടു കൂടി വരുമ്പോൾ സ്വന്തം നിലയ്ക്ക് PR ക്യാമറയുടെ ആവശ്യമുണ്ടോ? നോക്കി, എത്ര കൃത്യമായിട്ടാണ് മുൻകൂട്ടി ആ അന്തിമോപചാരത്തിന്റെ ഫോട്ടോ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടില്ലേ? എൻ്റെ അവിടുത്തെ സന്ദർശനത്തിന്റെ ഒരു സെക്കൻഡ് പോലും ചോർന്നു പോകാതെ ഞാൻ അവിടെ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ക്യാമറയിൽ പകരണം. അവിടെ നോക്കി, ആ ചിത്രീകരണം കാണുമ്പോൾ അവിടെ ഈ ആത്മബന്ധം എന്ന വാക്കിന്റെ അർത്ഥം റദ്ദാക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ചാനൽ ക്യാമറകളിലൊക്കെയാണ് ഇത് പതിഞ്ഞതെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ ഇതുപോലും ക്യാമറ ഫോട്ടോഷൂട്ടിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, PR പണിക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യനെ കുറെ കൂടി കൃത്രിമമാക്കുന്നുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. അല്ലെങ്കിൽ സതീശൻ വരുന്ന സന്ദർഭം തൊട്ട് നോക്കിയേ, ആ ഗ്രൂപ്പായിട്ട് എല്ലാവരും നിരന്നു നിൽക്കുന്നത് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് എന്ന് തോന്നിപ്പോകുന്ന സാഹചര്യമുണ്ട്. ഒരു മരണത്തിന്റെ മുന്നിൽ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, ഇല്ലെന്നല്ല. അതിനൊക്കെ ചില വൈകാരിക ഇടങ്ങളിൽ സ്ഥാനമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ആ സന്ദർഭത്തിൽ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ പറ്റുമെന്നാണ്. കാര്യം തന്റെ സഹോദരനെ പോലുള്ള വ്യക്തിയാണ് സലിംകുമാർ എന്ന് പറയുന്നിടത്ത് ഇങ്ങനെയൊക്കെ ഫോട്ടോഷൂട്ടുകൾ കുടുംബാംഗങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോഴും അതിന്റെ ക്ലോസപ്പ് ഷോട്ടൊക്കെ എടുക്കാൻ വേണ്ടി സംവിധാനങ്ങളും ക്യാമറകളും സെറ്റാക്കുന്നു എന്ന് പറയുന്നത് തീർത്തും മോശമായിട്ടുള്ളൊരു പ്രവണതയാണ്. അത്തരം ഫോട്ടോഷൂട്ടുകൾ വ്യക്തിയുടെ ആത്മബന്ധം കൃത്രിമമാണോ എന്ന് തോന്നിപ്പോവും. ഒന്നും ആരെയും ഷൂട്ട് ചെയ്ത് കാണിക്കേണ്ടതല്ല, എല്ലാം തനിയെ പുറത്തു വരേണ്ടതാണ്, ബോധ്യപ്പെടേണ്ടതാണ്. നിരവധി ചാനൽ ക്യാമറകളും മൊബൈൽ ക്യാമറകളും ഉയരുന്നൊരിടത്ത് ഒരു പ്രത്യേക ക്യാമറ ഷൂട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാകില്ല. പക്ഷെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ആ കാഴ്ച കണ്ടാൽ കൃത്യമായിട്ട് ബോധ്യപ്പെടും. അത് കാണുമ്പോൾ വ്യക്തിയോട് കുറച്ചെങ്കിലുമൊക്കെ ആദരവ് തോന്നിയിരുന്നത് പരിപൂർണമായി നഷ്ടപ്പെടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിട്ടുപോയ ഒരു മനുഷ്യനോടുള്ള സ്നേഹവും ആദരവും ഒക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. ആ സന്ദർഭത്തിൽ അവിടെ ക്യാമറ വേണമെന്നുള്ളതായിരിക്കില്ല ചിന്ത. ആ വേർപാടിന്റെ വേദനയിൽ സകലതും മറന്നു പോകുന്നതാണ് യഥാർത്ഥ മനുഷ്യനുണ്ടാകേണ്ട ക്വാളിറ്റി. അതിവിടെ നഷ്ടപ്പെട്ടു പോയോ എന്ന് ഈ ദൃശ്യം കണ്ടപ്പോൾ തോന്നി.